I'm back with a new video, and today we are going to learn budgeting. Budgeting എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ ബികോമിന്റെ സ്റ്റുഡൻസിന് എസ്എ ആയിട്ട് നോർമലി അധിക ടൈംസും ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബഡ്ജറ്റിംഗ്. സോ ആ ബഡ്ജറ്റിംഗ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് a process of creating budgets or making budgets. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡാണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് വീട്ടിലുണ്ടാക്കും, ഗവൺമെന്റ് ഉണ്ടാക്കും, എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ബഡ്ജറ്റ്. അപ്പോൾ ആ ബഡ്ജറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. സെവറൽ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട്. റോ മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് ഉണ്ട്, സെയിൽസ് ബഡ്ജറ്റ് ഉണ്ട്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ട്, ക്യാഷ് ബഡ്ജറ്റ് ഉണ്ട്, ഫിക്സ്ഡ് ബഡ്ജറ്റ് ഉണ്ട്, എല്ലാവിധ ബഡ്ജറ്റ് ഉണ്ട്. നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ബഡ്ജറ്റാണ് പഠിക്കാൻ പോകുന്നത്. വൺ ഇസ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് ക്യാഷ് ബഡ്ജറ്റ്. ഈ രണ്ട് ബഡ്ജറ്റാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഈ രണ്ട് ബഡ്ജറ്റ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ നമുക്കിനി ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നോക്കാം. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞ വേർഡ് തന്നെ നമ്മൾ ഒരുപാട് കേട്ടൊരു വേർഡാണ്. ഫ്ലെക്സിബിൾ, ഇറ്റ് മീൻസ് ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ ഫിക്സ്ഡ് ആയിട്ടോ ഹാർഡ് ആയിട്ടോ അല്ല, ഇറ്റ് ക്യാൻ ചേഞ്ച് ഓർ വാരി. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റ് ആണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. അപ്പോൾ ഇത് നോർമലി ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റ് ആണ് ചോദിക്കുക, സോറി. സോ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നമുക്ക് ഫസ്റ്റ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മൂന്ന് കാര്യങ്ങൾ പഠിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് തിങ്സ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് ഓർ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. ഈ മൂന്ന് കോസ്റ്റ് എന്ന് പറയുന്നത് അറിഞ്ഞാലേ നമുക്ക് കോസ്റ്റിംഗ് തന്നെ ഹെൽപ്ഫുൾ ആവുള്ളൂ. സോ ഫിക്സ്ഡ് കോസ്റ്റ്, ഫസ്റ്റ് വൺ ഫിക്സ്ഡ് കോസ്റ്റ് എന്താണെന്ന് പഠിക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും. ലൈക്ക് ഫിക്സ്ഡ് ആയിരിക്കും പറഞ്ഞാൽ ടോട്ടൽ നോക്കുമ്പോൾ ഫിക്സ്ഡ് ആയിരിക്കും, പെർ യൂണിറ്റ് നോക്കുമ്പോൾ വേരിയബിൾ ആയിരിക്കും. ടോട്ടൽ ഇസ് ഫിക്സ്ഡ്, പെർ യൂണിറ്റ് ഇസ് വേരിയബിൾ. അതിനാണ് ഫിക്സ്ഡ് കോസ്റ്റ്. ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെന്റ്, നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് റെന്റ് ഉണ്ട് പറഞ്ഞാൽ ആ റെന്റ് എന്ന് പറഞ്ഞാൽ 1 സ്റ്റുഡന്റ് വന്നാലും 1000 സ്റ്റുഡൻസ് വന്നാലും ആ റെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആവില്ല. ആ ടോട്ടൽ നോക്കുമ്പോൾ ദാറ്റ് ഇസ് ഫിക്സ്ഡ്. ബട്ട് പെർ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ 1 സ്റ്റുഡന്റ് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും, 1000 സ്റ്റുഡൻസ് നോക്കുന്നെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും, പെർ യൂണിറ്റ് വാരി ചെയ്യും. ടോട്ടൽ നോക്കുമ്പോൾ റെന്റിന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. സോ ടോട്ടൽ നോക്കുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും, പെർ യൂണിറ്റ് നോക്കുമ്പോൾ വാരി ചെയ്യും. സെക്കൻഡ് വൺ ഇസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നോക്കുമ്പോൾ വേരിയബിൾ കോസ്റ്റ് വാരി ചെയ്യും, ബട്ട് പെർ യൂണിറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു പെൻ, one penny rupees 5 ആണ് ചോദിച്ചോളൂ. ജസ്റ്റ് rupees 5 ആണ് 1 penny. 10 pence-ന് 50 rupees ആയിരിക്കും, 5 pence-ന് 25 rupees. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ 25 50 ചേഞ്ച് ആയി, ബട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്, ചേഞ്ച് ആവുന്നില്ല, ദാറ്റ് ഈസ് ഫിക്സ്ഡ്. സോ പെർ യൂണിറ്റ് ഫിക്സ്ഡ് ആയിരിക്കും, ടോട്ടൽ നോക്കുമ്പോൾ വാരി, ടോട്ടൽ വാരി ചെയ്യും, പെർ യൂണിറ്റ് ഫിക്സ്ഡ് ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ്. ആൻഡ് ദി തേർഡ് വൺ ഈസ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് പറഞ്ഞാൽ അപ് ടു സം എക്സ്റ്റെന്റ് ഫിക്സ്ഡ് ആയിരിക്കും, അത് കഴിഞ്ഞാൽ വേരിയബിൾ ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഓട്ടോറിക്ഷയിൽ നിങ്ങൾ എല്ലാവരും കയറിയിട്ടുണ്ടാവില്ല. ഓട്ടോറിക്ഷയിൽ നമ്മൾ കയറിയ അപ്പോൾ തന്നെ നമുക്ക് കാണാം 20 എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. 20 or 25 എന്നാണ് ഇപ്പോഴത്തെ റേറ്റ് എനിക്ക് അറിയണം. ബട്ട് 20 സപ്പോസ് 20 ആ 20 എന്നത് നമ്മൾ കയറി അപ്പോൾ തന്നെ 20. പിന്നെ നമ്മൾ കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് വാരി ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സെമി വേരിയബിൾ ഓർ സെമി ഫിക്സ്ഡ് കോസ്റ്റ്. സെമി വേരിയബിൾ എന്ന് പറഞ്ഞാൽ അപ് ടു സം എക്സ്റ്റെന്റ് ഫിക്സ്ഡ് ആയിരിക്കും, then it goes on changing or varying. ഈ മൂന്ന് കോസ്റ്റ് ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. ആയിരിക്കുക ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇസ് ഫിക്സ്ഡ് ബട്ട് പെർ യൂണിറ്റ് ഇസ് വേരിയബിൾ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇസ് വേരിയബിൾ, പെർ യൂണിറ്റ് ഇസ് ഫിക്സ്ഡ്. And the third one, semi variable or semi fixed cost, up to some extent it is fixed, then it goes on varying. ഈ മൂന്ന് കോസ്റ്റ് സെറ്റ് ആയാൽ നമുക്ക് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്നുള്ളത് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് ആണ് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം, ആ ഡേറ്റ് ആണ് തന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞതാ പ്രിപ്പയർ ബഡ്ജറ്റ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് 7,000 യൂണിറ്റ്സ് ആൻഡ് 9,000 യൂണിറ്റ്സ്. 7,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും 9,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 10,000ന്റെ വെച്ചിട്ട് 7,000ഉം 9,000ഉം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെറ്റീരിയൽ. മെറ്റീരിയൽ എന്ന് പറയുന്നത് നോക്കാം, ക്വസ്റ്റ്യനിൽ തന്ന പെർ യൂണിറ്റ്. ഒരൊറ്റ യൂണിറ്റിനാണ് ₹48. ഒരൊറ്റ യൂണിറ്റ് 48 ആണെന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് 48 ആണെങ്കിൽ ഇവിടെ 10,000 യൂണിറ്റ്സ് ഉണ്ട്. സോ
10,000 into 48. But 7,000 units in the 7,000 into 48. 9,000 in the 9,000 into 48. Okay, look up. നമ്മൾ പറഞ്ഞു 48 ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ 4,80,000 to 3,36,000 to 4,30,000. Second one is direct labor. അപ്പോൾ എടുക്കുക direct labor. Direct labor എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 24 ആണ്. So 10,000 units പ്രൊഡ്യൂസ് ചെയ്യാൻ 10,000 into 24. Here 7,000 ആയതുകൊണ്ട് 7,000 into 24. Here 9,000 ആയതുകൊണ്ട് 9,000 into 24. So 10,000 into 24 is 2,40,000. 7,000 into 24 is 1,68,000. And 9,000 into 24 is 2,16,000. Okay, Boka, variable overhead. Third thing on variable overhead. Question like Boka, third thing variable overhead. 20 per unit. 20 per unit per unit 20 and total units 10,000 angil 10,000 into 20. That means 2 lakhs. 7,000 into 20, 1,40,000. 9,000 into 20, 1,80,000. ഇനി അടുത്ത നോക്കേണ്ട സംഭവം ഫിക്സ്ഡ് ഓവർഹെഡ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. ഞാൻ പറഞ്ഞു ഫിക്സ്ഡ് ഓവർഹെഡ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് എത്ര സ്റ്റുഡൻസ് വന്നാലും എന്തായാലും അത് ഫിക്സ്ഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 7,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും 10,000 പ്രൊഡ്യൂസ് ചെയ്താലും 9,000 പ്രൊഡ്യൂസ് ചെയ്താലും 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എത്ര തന്നെ ആവും ഫിക്സ്ഡ് ഓവർഹെഡ്. ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് 1,20,000. That means 1,20,000, 1,20,000, 1,20,000. ഓക്കേ, അടുത്ത നോക്കാം വേരിയബിൾ എക്സ്പെൻസ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് ഡയറക്റ്റ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. വേരിയബിൾ എക്സ്പെൻസ് ഡയറക്റ്റ് ആണ്. പെർ യൂണിറ്റ് വേരിയബിൾ എക്സ്പെൻസിന്റെ ഡയറക്റ്റ് വന്നത് 4 ആണ്. സോ 4 വേരിയബിൾ ആണ്. വേരിയബിൾ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ യൂണിറ്റിനനുസരിച്ച് ചേഞ്ച് ആവും. സോ per unit 4 ആണെങ്കിൽ 10,000 യൂണിറ്റ്സിന് 10,000 into 4, 7,000 into 4 and 9,000 into 4. ഇനി അടുത്തത് വരുന്നത് സെല്ലിംഗ് എക്സ്പെൻസ്. ഓക്കേ, ഇനി നോക്കാം സെല്ലിംഗ് എക്സ്പെൻസ് ആണുള്ളത്. സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സെല്ലിംഗ് എക്സ്പെൻസിന്റെ ബ്രാക്കറ്റ് എഴുതിയിട്ടുണ്ട് 10% ഫിക്സ്ഡ്. 10% ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ 10% ഫിക്സ്ഡ് ആൻഡ് 90% is variable. 10% ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ്ഡ് മാത്രമല്ല എടുക്കേണ്ടത്. 10% ആണ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ബാക്കി 90% വേരിയബിൾ ആണ്. ഫിക്സ്ഡും വേരിയബിളും ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. സോ 10% ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഫിക്സ്ഡ് എടുക്കാം. സെല്ലിംഗ് എക്സ്പെൻസ് നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം, ഫിക്സ്ഡും വേരിയബിളും. ഫിക്സ്ഡ് നമ്മൾ 10% ആയതുകൊണ്ട് 12 into 10%. 12 into 10% കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടും 1.2. 1.2 എന്ന് പറയുന്നത് into 10,000 യൂണിറ്റ്സ് ചെയ്താൽ 1,20,000 കിട്ടും. ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ 1,20,000 ആയിരിക്കും. എന്തുകൊണ്ട് into 10,000 ചെയ്തത് ചിലപ്പോൾ ഡൗട്ട് വരാം. 10,000 യൂണിറ്റ്സിന്റെ ഡേറ്റ ആണ് തന്നിട്ടുള്ളത്. ഈ തന്ന 12 ഒക്കെ 10,000 യൂണിറ്റ്സിന്റെ ഡേറ്റ ആണ് തന്നത്. സോ 10,000 യൂണിറ്റ്സിനുള്ളതാണ് നമ്മൾ പെർ യൂണിറ്റ് എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചു. 1.2 into 10,000 ചെയ്താൽ എല്ലാവർക്കും ഫിക്സ്ഡ് ആയതുകൊണ്ട് അത് ഈക്വൽ ആയിരിക്കും. ബട്ട് വേരിയബിൾ എന്ന് പറയുന്നത് ചേഞ്ച് ആവും. വേരിയബിൾ എന്ന് പറയുന്നത് 12 into 90% ആണ്. 12 into 90% വെച്ചാൽ 10.8. അത് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കും. 10.8 into per യൂണിറ്റ് ആയതുകൊണ്ട് 10.8 into 10,000 യൂണിറ്റ്സിനുള്ളത് 10.8 into 7,000, 10.8 into 9,000. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ 10% ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫിക്സ്ഡ് ആണത് 12 into 10% is 1.2. ഫിക്സ്ഡ് ആണ്, ടോട്ടലി ഫിക്സ്ഡ് ആയിരിക്കും, പെർ യൂണിറ്റിലെ ചേഞ്ച് ആവുള്ളൂ. ഈ 1.2 എന്ന് പറയുന്നത് 10,000 യൂണിറ്റ്സിന്റെ ഡേറ്റ് ആണ് തന്നത്. ഈ 12 എന്ന് പറയുന്നത് 10,000 യൂണിറ്റ്സിന്റെ ഡേറ്റ് ആണ് തന്നത്. സോ 1.2 into 10,000 ചെയ്താൽ 1,20,000 കിട്ടും. ടോട്ടലി ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 7,000 യൂണിറ്റ്സിനും 1,20,000 എന്നായിരിക്കും, 9,000 യൂണിറ്റ്സിനും 1,20,000. വേരിയബിൾ എന്ന് പറയുന്നത് 12 into 90%, 10.8 പെർ യൂണിറ്റ് ആണ്. വേരിയബിൾ ആണ്, വാല്യൂ ചെയ്യും. 10.8 into 10,000, 10.8 into 7,000, 10.8 into 9,000 ചെയ്താൽ ആൻസർ കിട്ടും. ഇനി നോക്കാം, നമ്മുടെ സെല്ലിംഗ് എക്സ്പെൻസ് നമ്മൾ കഴിഞ്ഞു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഉണ്ട്, അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. സെല്ലിംഗ് എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു, ഫിക്സ്ഡ് പറഞ്ഞു, വേരിയബിൾ പറഞ്ഞു. ഇനി അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 40,000 ഫിക്സ്ഡ്. 40,000 ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ
ഫിക്സ്ഡ് ആണ്, ചേഞ്ച് ആവില്ല. സോ എല്ലാവർക്കും 40,000. And last one distribution expense. Distribution expense 20% fixed ആണ് വന്നത്. സോ നമുക്ക് അതിനെ ഫിക്സ്ഡ് 20% ഉം ബാക്കി 80% വേരിയബിൾ ആയിരിക്കും. 20% വേരിയബിൾ, 80%. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ 4 into 20% എന്ന് പറഞ്ഞാൽ 0.8. 0.8 ആണ്. 4 ന്റെ 20% is 0.8. 0.8 നമ്മൾ 10,000 ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ 10,000 എത്ര വരുന്നു നോക്കാം. 10,000 നെ ഇൻടു ചെയ്താൽ 8,000 കിട്ടും. ഫിക്സ്ഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും. 8,000. ലാസ്റ്റ് വൺ വേരിയബിൾ എന്ന് പറയുന്നത് വാരി ചെയ്തുകൊണ്ടിരിക്കും. 4 into 80% 3.2. 3.2 into 10,000 ചെയ്താൽ 10,000 യൂണിറ്റ്സ് കിട്ടും. 3.2 into 7,000 യൂണിറ്റ്സ് ചെയ്താൽ 7,000 യൂണിറ്റ്സ് കിട്ടും. 3.2 into 9,000 ചെയ്താൽ 9,000 യൂണിറ്റ്സ് കിട്ടും. ഇത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്യാം. 12,80, 9,50, 11,70,000 കംപ്ലീറ്റ് ആയി. എസ്എ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല, നോക്കാനുള്ള അത്രേ ഉള്ളൂ. മെറ്റീരിയൽ എന്ന് പറയുന്നത് നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പെർ യൂണിറ്റ് തന്നു, അത് അപ്ലൈ ചെയ്തെടുത്താൽ കിട്ടും. ഡയറക്റ്റ് ലേബർ അപ്ലൈ ചെയ്യുക, വേരിയബിൾ ഓവർഹെഡ് ഒന്നും പ്രശ്നമില്ല. സെല്ലിംഗ് എക്സ്പെൻസിന്റെ ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. സെല്ലിംഗ് എക്സ്പെൻസ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞാൽ, ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് വേരി ഉള്ളൂ, ടോട്ടലി ഫിക്സ്ഡ് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ 1.2 എന്ന് പറയുന്നത് 10,000 യൂണിറ്റ്സ് ഉള്ളതാണ്. നമ്മുടെ ഡേറ്റ തന്നുകൊണ്ട് 1.2 into 10,000 എത്ര നോക്കുക, അത് തന്നെ ആയിരിക്കും എല്ലാവർക്കും. ബട്ട് വേരിയബിൾ എന്ന് പറഞ്ഞാൽ 10% ഫിക്സ്ഡ് ആണെങ്കിൽ 90% വേരിയബിൾ ആണ്. 12 into 90% എന്ന് പറഞ്ഞാൽ 10.8 ആണ്. 10.8 കൊണ്ട് 10,000 മൾട്ടിപ്ലൈ ചെയ്താൽ 10.8 ന് കിട്ടും. 10.8 into 7,000 ചെയ്താൽ 7,000 യൂണിറ്റ്സ്. 10.8 into 9,000 ചെയ്താൽ 9,000 യൂണിറ്റ്സ്. ടോട്ടൽ ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബഡ്ജറ്റ് ആണ് ക്യാഷ് ബഡ്ജറ്റ്. ഞാൻ പറഞ്ഞു ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് പ്രോബ്ലം ചെയ്യുക. ആ പ്രോബ്ലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ പ്രോബ്ലത്തിൽ ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്, ഏത് പ്രോബ്ലത്തിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പർ 7356102202 ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ എന്തായാലും ഇൻഷാല്ലാ റിപ്ലൈ ചെയ്യും. നിങ്ങൾ വേറെ ഡൗട്ട് എന്ത് ചെയ്യുന്നൊന്നും ആലോചിക്കേണ്ട, ഞങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി, ഞങ്ങൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. ആ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തത് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഏതെങ്കിലും ഒരു പാർട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ വാട്സാപ്പിൽ അയച്ചാൽ നമുക്കത് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ട് ഡൗട്ട് വെച്ചിരിക്കേണ്ട, ഡൗട്ട് നേരെ ചോദിക്കുക, എന്നാലേ ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ കൺവേ ചെയ്യുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. സോ ഇനി പഠിക്കേണ്ടത് നമുക്ക് ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് ബഡ്ജറ്റ് ആണ്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ക്യാഷ് ഞങ്ങളുടെ കയ്യിൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ക്യാഷ് ബഡ്ജറ്റിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. എങ്ങനെ ചെയ്യാന്നുള്ളത്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, ആഡ് റെസിപ്റ്റ്. റെസിപ്റ്റ് മീൻസ് എത്ര ക്യാഷ് ഞങ്ങൾക്ക് കിട്ടി, ലെസ് പേയ്മെന്റ് എത്ര നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ലെസ് ചെയ്യാനുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് ഇട്ട് വെക്കുക. സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അത് സബ്ട്രാക്ട് ചെയ്യാനാണെന്നുള്ളത് വേഗം മനസ്സിലാവും. ബ്രാക്കറ്റ് ഇട്ട് ലെസ് ചെയ്യാൻ ആ കിട്ടുന്ന ആൻസർ ആണ് ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിന്റെ കൂടെ എത്ര കിട്ടിയോ അതിൽ നിന്ന് എത്ര പേയ്മെന്റ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബാക്കി ആൻസർ ആണ് ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് അത്യാവശ്യം ഡേറ്റ തന്നിട്ടുണ്ട്. മന്ത്, ടോട്ടൽ സെയിൽസ്, മെറ്റീരിയൽ, വേജസ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, എല്ലാ ഓവർഹെഡ് തന്നിട്ടുണ്ട്. നമുക്ക് സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതാണ് റെസിപ്റ്റ്, ഏതാണ് പേയ്മെന്റ്. റെസിപ്റ്റ് ആയിട്ട് നമുക്ക് ആകെ ഉള്ളത് നോർമലി നോക്കുമ്പോൾ ടോട്ടൽ സെയിൽസ് ആണ് റെസിപ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ഷെയർ കോൾ മണി റിസീവ് ചെയ്യുന്നതുകൊണ്ട് ഈ രണ്ടെണ്ണേ നമുക്ക് റെസിപ്റ്റ് ഉള്ളൂ. ബാക്കിയൊക്കെ പേയ്മെന്റ് ആണ്. നമുക്ക് സെയിൽസും കോൾ മണി റിസീവ് ചെയ്യുന്നതാണ് റെസിപ്റ്റ് ഉള്ളത്, ബാക്കിയുള്ളതാണ് പേയ്മെന്റ്. സോ എങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, നോക്കാം ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ജാനുവരി. Cash balance of 1st January was 10,000. That means January le opening balance ennu parayunnathu 10,000. 10,000 is the opening balance in January. Ini namukku cheyanathu add receipt. Receipts ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, പേയ്മെന്റ് ഫുൾ മൈനസ് ചെയ്യാം. സോ റെസിപ്റ്റ് ആണ് ഇനി വരാനുള്ളത്. ഏതൊക്കെ റെസിപ്റ്റ് ഉണ്ട് നോക്കാം. ഓക്കേ, റെസിപ്റ്റിലെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് സെയിൽസ് ആണ്. സെയിൽസ് ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഏറ്റവും ലാസ്റ്റ് ലൈനിലേക്ക് പോയ ക്വസ്റ്റ്യനിൽ assume cash sales to be 50% of total sales. അതായത് cash sales ഉണ്ട്, credit sales ഉണ്ട്. cash sale ഉണ്ട്, credit sale ഉണ്ട്. സോ 50% cash sale ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനെ cash sale നോക്കാം. cash sale നോക്കാം. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 20,000 ആണ്. ടോട്ടൽ സെയിൽസ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 20,000 ആണ് ടോട്ടൽ സെയിൽസ്. അതിന്റെ 50% എന്ന് പറഞ്ഞാൽ 10,000 വരും.
ഇനി നെക്സ്റ്റ് 22,000 ന്റെ 50% എന്ന് വെച്ചാൽ 11,000. 28,000 ന്റെ 50% means 14,000. 36,000 ന്റെ 50% is 18,000. 30,000 ന്റെ 50% is 15,000. And last but not least 40,000 ന്റെ 20,000. അല്ലേക്കാ cash sales 50% of total sales ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. ബ്രാക്കറ്റിൽ അവിടെ എഴുതിയിട്ടുണ്ട് 50% of total sales. So sales എത്ര നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ടോട്ടൽ സെയിൽസ് എന്നത് 20,000. അതിന്റെ 50% ജനുവരിയിൽ എത്ര ആയിരിക്കും? 10,000. ആൻഡ് ഫെബ്രുവരിയിൽ 11,000 ആണ്. ഐ മീൻ 22,000 ആണ് ടോട്ടൽ സെയിൽസ്. 11,000 ആണ് അതിന്റെ 50%. എല്ലാത്തിനും 50% കൊടുക്കും. ഓക്കേ, ഇനി നോക്കാം. ക്യാഷ് സെയിൽസ് നമ്മൾ 50% ഓഫ് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ എത്ര ആയിരിക്കും? 50% ഓഫ് ടോട്ടൽ സെയിൽ ആയിരിക്കും. ക്രെഡിറ്റ് സെയിൽ 50% ഓഫ് ടോട്ടൽ. ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ കടത്തിന് വെക്കുക. കടത്തിന് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പൈസ കിട്ടില്ല. ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് ആയിരിക്കും, ചിലപ്പോൾ 2 months കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ 4 months കഴിഞ്ഞായിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ എത്ര മന്ത്സ് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യന്റെ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ് 1 month. അഡ്ജസ്റ്റ്മെന്റിന്റെ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ലൈനിന്റെ തൊട്ട് മുകളിലുള്ള ലൈനിലാണ് അതുള്ളത്. പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ് 1 month. പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ് 1 month എന്ന് പറഞ്ഞാൽ ഈ മന്തിലെ സെയിൽസ് നെക്സ്റ്റ് മന്തിൽ കൊടുത്താൽ മതി. ഈ മന്തിലെ സെയിൽസിന്റെ പൈസ നെക്സ്റ്റ് മന്തിൽ കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ജനുവരിയിലുള്ള ഈ 10,000 ഫെബ്രുവരിയിൽ കൊടുത്താൽ മതി. ഫെബ്രുവരിൻ്റെത് മാർച്ച് കൊടുത്താൽ മതി. മാർച്ചിൻ്റെത് ഏപ്രിലിൽ കൊടുത്താൽ മതി. ഏപ്രിൽ മെയ്ൻ്റെത് 50% ആണ്. 50% ക്യാഷ് സെയിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പം തന്നെ കിട്ടി. സെക്കൻഡ് കിട്ടുന്നത് എപ്പോഴാണ്? ക്രെഡിറ്റ് സെയിൽ കിട്ടുന്നത് 1 month കഴിഞ്ഞിട്ടാണ്. സോ 1 month കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ ജനുവരിയിലുള്ള ഈ 10,000 ബാക്കി കിട്ടുക ഫെബ്രുവരിയിലാണ്. സോ 10,000. ഫെബ്രുവരിയിലുള്ളത് മാർച്ചിൽ കിട്ടും 11,000. മാർച്ചിലുള്ളത് ഏപ്രിലിൽ കിട്ടും 14,000. ഏപ്രിലത്തത് മെയ് 18,000. ആൻഡ് മെയിലുള്ളത് ജൂണിൽ കിട്ടും 15,000. ഓക്കെ, ക്ലിയർ ആയല്ലോ? 50% ഓൾറെഡി നമ്മൾ സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് സെയിൽ ബാക്കി 1 month പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 month കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നാണ്. സോ ജാനുവരി ഫെബ് മാർച്ച് ഏപ്രിൽ മെയ്. ഓക്കെ, ഇനിയുള്ളത് വേറെ എന്തെങ്കിലും റെസിപ്റ്റ് ഉണ്ടോ നോക്കാം നമുക്ക്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നോക്കാം. അഡ്ജസ്റ്റ്മെന്റ് സെക്കൻഡ് പാരഗ്രാഫിൽ കാണാം 10,000 being the amount of second call may be received in March. Share premium amounting to 2,000 is also obtained with the second call. 10,000 rupees എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് കോൾ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. ഏത് മന്തിലാണ് നോക്കാം? മാർച്ചിലാണ്. അതിന് പ്രീമിയം കൂടെ ഉണ്ട്. സോ 10,000 പ്ലസ് 12,000 നമ്മൾ മാർച്ചിൽ നമുക്ക് കോൾ മണി റിസീവ് ചെയ്തിട്ടുണ്ട്. സോ മാർച്ചിൽ കൊണ്ടുപോയി 12,000. എങ്ങനെയാണ്? 10,000 മാർച്ചിൽ 10,000 2,000 പ്രീമിയം കൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർച്ചിലാണ് കിട്ടിയത്. സോ മാർച്ചിൽ മാത്രം കാണിച്ചാൽ മതി. 12,000 എന്ന് പറയുന്നത് 12,000 എന്ന് പറയുന്നത് 10,000 പ്ലസ് 2,000 ആണ്. അതാണ് 12,000. സോ ഇനി നമുക്ക് ഇത് ടോട്ടൽ ചെയ്യാം. വേറെ റെസിപ്റ്റ് ഒന്നും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. സോ നമുക്ക് ടോട്ടൽ ചെയ്യാം. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എ എന്ന് കൊടുക്കാം. എ. ഓക്കേ, ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എ എന്ന് കൊടുക്കാം. റെസിപ്റ്റിന് ബി എന്ന്. സോ ഇവിടെ നമുക്ക് എ പ്ലസ് ബി ചെയ്യാം. എ പ്ലസ് ബി ഇത് ടോട്ടൽ ചെയ്ത് കൊടുത്താൽ 10,000 പ്ലസ് 10,000 is 20,000. 11,000 പ്ലസ് 10,000 is 21,000. ഓക്കേ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസ് എ കൊടുത്തു, റെസിപ്റ്റിന് ബി കൊടുത്തു, നമ്മൾ അത് ആഡ് ചെയ്താൽ 20,000 കിട്ടും. ഇതൊന്നും ഇപ്പോൾ ആഡ് ചെയ്യരുത്, കാരണം നമുക്ക് at the end ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അത് ഇവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ് ആക്കി എടുക്കാനുള്ളതാണ്. സോ ഫസ്റ്റ് വൺ മാത്രം ഫസ്റ്റ് ചെയ്താൽ മതി. ടോട്ടൽ കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് പേയ്മെന്റ് വരുന്നുണ്ട്. പേയ്മെന്റ് ലെസ് പേയ്മെന്റ് എന്നുള്ളതാണ്. പേയ്മെന്റ് എടുക്കാൻ നമുക്ക് ഏതൊക്കെ പേയ്മെന്റ് ഉണ്ട് എന്ന് നോക്കാം. ഏതൊക്കെ പേയ്മെന്റ് ആണെന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഇനി പേയ്മെന്റിലേക്ക് വരാം. നമുക്ക് ഫസ്റ്റ് നമ്മുടെ മന്തിന്റെ കഴിഞ്ഞു, ടോട്ടൽ സെയിൽസിന്റെ കോളം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പേയ്മെന്റ്സ് എന്തൊക്കെ വരുന്നത് നോക്കാം. സെക്കൻഡ് അല്ല തേർഡ് കോളം മെറ്റീരിയൽ എന്ന കോളം ഉണ്ടല്ലോ. മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് കൊടുത്ത്
വാങ്ങിയതാണ് മെറ്റീരിയൽ. സോ നമ്മൾ മെറ്റീരിയൽ വാങ്ങിയ അത് പേയ്മെന്റ് ആണ്, നമ്മൾ പേയ്മെന്റ് സൈഡിൽ വേണം എഴുതാൻ. ഇനി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കണം, മെറ്റീരിയൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കണം. ഇനി ക്വസ്റ്റ്യനിലെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാം. അഡ്ജസ്റ്റ്മെന്റിൽ കാണാം പീരിയഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് പറഞ്ഞാൽ നമ്മൾ പോയി പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടുവരുന്ന, നമ്മൾ ആർക്കാണോ പൈസ കൊടുക്കുക അവരാണ് സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് നമുക്ക് 2 months ക്രെഡിറ്റ് തന്നിട്ടുണ്ട്. 2 months സപ്ലയേഴ്സ് ക്രെഡിറ്റ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മന്തിലത് ഫോർ എക്സാമ്പിൾ ജാനുവരിയിലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് കൊടുത്താൽ മതി. 2 months കഴിഞ്ഞിട്ട് കൊടുത്താൽ ഫെബ്രുവരി ഉള്ളത് ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ കൊടുത്താൽ. സോ നമുക്ക് മെറ്റീരിയൽ എഴുതാം. 2 months ക്രെഡിറ്റ് തന്നതുകൊണ്ട് തന്നെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ജാനുവരിയിലുള്ള മെറ്റീരിയലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 20,000 ആണ്. ആ 20,000 ജാനുവരി കൊടുക്കൂല, ഫെബ്രുവരി കൊടുക്കൂല, മാർച്ചിൽ കൊടുക്കുള്ളൂ 20,000. ഓക്കെ, ഇനി ഫെബ്രുവരിയിലുള്ള 22,000 എന്ന് പറയുന്നതോ ഫെബ്രുവരിയിലെ 20,000 ആണ്. ഫെബ്രുവരി കൊടുക്കൂല, മാർച്ചിൽ കൊടുക്കൂല, ഏപ്രിലിൽ കൊടുക്കുള്ളൂ 22,000. പിന്നെ ഗോൺ എഴുതി കൊണ്ട് പോടെ 28,000 നെക്സ്റ്റ് വരും, 36,000 നെക്സ്റ്റ്. അതായത് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ 20,000 പേയ്മെന്റിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് 20,000 എന്ന് പറയുന്നത് ജാനുവരിയിലുള്ളതാണ്. 2 months ക്രെഡിറ്റ് ടൈം തന്നതുകൊണ്ട് തന്നെ നമുക്ക് 20,000 എന്ന് പറയുന്നത് ഈ മന്ത് കൊടുക്കണ്ട, ഈ മന്ത് കൊടുക്കണ്ട, ഈ മന്തിൽ കൊടുത്താൽ മതി. 2 months, after 2 months means this month and after that month നമ്മൾ മാർച്ചിൽ കൊടുത്താൽ മതി. ജാനുവരിയുള്ളത് after 2 months ആണ്. ജാനുവരി കൊടുക്കുന്നില്ല, ഫെബ്രുവരി കൊടുക്കുന്നില്ല, മാർച്ച് കൊടുക്കുക. ഫെബ്രുവരി ഉള്ളത് ഫെബ്രുവരി കൊടുക്കുന്നില്ല, മാർച്ച് കൊടുക്കുന്നില്ല, ഏപ്രിലിൽ കൊടുക്കുക. ഏപ്രിൽ ഉള്ളത് മാർച്ച് ഉള്ളത് മാർച്ചിലെ, ഏപ്രിലിലെ, മെയ്യിൽ. ഓക്കേ, ഇനി നോക്കാം നമുക്ക് സെക്കൻഡ് വൺ വേജസ് ആണ്. വേജസിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കാം. വേജസിന്റെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് കണ്ടോ ഡിലേ ഇൻ പേയ്മെന്റ് ഓഫ് വേജ് ഹാഫ് മന്ത്. ഡിലേ ഇൻ പേയ്മെന്റ് ഓഫ് വേജ് എന്ന് പറഞ്ഞാൽ വേജ് കൊടുക്കാൻ ഡിലേ ആക്കിയിട്ടുണ്ട്. ഹാഫ് മന്ത് വെച്ചാൽ 15 days ഡിലേ, അതായത് പകുതി ഡിലേ ആക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വേജസ് നമുക്ക് 4,000 ആണ് ജാനുവരിയിൽ. അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 4,000ന്റെ ഹാഫ് 4,000 into 1/2 means 2,000. ഇനി ഈ ഹാഫ് എന്ന് പറയുന്നത് ഈ മന്തിലാണ് കിട്ടുക. ഈ മന്തില് ഫെബ്രുവരിയുടെ ഹാഫ് ഉണ്ടാവും, ജാനുവരിയുടെ ഹാഫ് ഉണ്ടാവും. ഓക്കേ, ഡിലേ ഇൻ പേയ്മെന്റ് ഓഫ് വേജ് ഹാഫ് മന്ത് ആണ് പറഞ്ഞത്. ഹാഫ് മന്ത് എന്ന് പറഞ്ഞാൽ 1/2 is half. ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2. സോ ഹാഫ് മന്ത് കഴിഞ്ഞിട്ടാ കൊടുക്കുന്നത് വെച്ചാൽ ജാനുവരിയിൽ നമ്മൾ ഹാഫ് മാത്രം കൊടുക്കുള്ളൂ. 4,000ന്റെ ഹാഫ് 2,000. ഇനി ഈ ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് മന്തിൽ കൊടുക്കും. 4,000ന്റെ ഹാഫ്, ഈ ഹാഫ് ഈ 2,000 എന്ന് പറയുന്ന ബാക്കി 2,000 ഇവിടെ വരും. ഫെബ്രുവരിയുടെ ഹാഫ് ഉണ്ടാവും. ഫെബ്രുവരിയിലുള്ളത് 4,400 ആണ്, അതിന്റെ ഹാഫ് വരും 2,200. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 4,200. ഇനി ഈ മന്തിന്റെ 4,400 ഹാഫ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്തിലാണ് കൊടുക്കുക. ആ മന്തിൽ മാർച്ചിന്റെ ഹാഫ് ഉണ്ടാവും. 4,600 into ഹാഫ് ഉണ്ടാവും 2,300. ഇനി ഇതിന്റെ ഹാഫ്, ഈ 4,600 ഹാഫ് നെക്സ്റ്റ് മന്തിലാണ് കിട്ടുക. ഏപ്രിൽ മന്തിന്റെ ഹാഫ് ഉണ്ടാവും ആ മന്തിൽ. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 4,600 കിട്ടും. ഈ 4,600 ഹാഫ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്തിലാണ് കിട്ടുക. ദിസ് മന്തിന്റെ ഹാഫ് ഉണ്ടാവും. 4,000 into ഹാഫ് എന്ന് പറയുന്നത് ആഡ് ചെയ്താൽ 4,300 കിട്ടും. ലാസ്റ്റ് ഈ 4,000ന്റെ ഹാഫ് എന്ന് പറയുന്നത് ജൂണിലാണ് കിട്ടുക. ജൂണിന്റെ ഹാഫ് ഉണ്ടാവും. 5,000ന്റെ ഹാഫ് 2,000 ആഡ് ചെയ്ത് കൊടുത്താൽ കിട്ടും. ജസ്റ്റ് ഫെബ്രുവരി മാത്രം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ഹാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതിന്റെ ഹാഫ് എന്ന് പറയുന്നത് ഹാഫ് മന്ത് ഡിലേ ആണ്. ഈ ഹാഫ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്തിലേക്ക് കിട്ടും. സോ 4,000 into 1/2 2,000 വരും. ഫെബ്രുവരിയുടെ ഹാഫ് ആയ 4,400 ഹാഫും കൂടെ വരും. രണ്ടും കൂടെ ആഡ് ചെയ്തതായിരിക്കും ഡിലേ പേയ്മെന്റ് ഓഫ് വേജിന്റെ ഒറിജിനൽ പേയ്മെന്റ്. ഓക്കേ, ഇനി നെക്സ്റ്റ് വൺ ഓവർഹെഡ് ആണ്. നമുക്ക് ടോട്ടൽ സെയിൽസ് എടുത്തു കഴിഞ്ഞു, റെസിപ്റ്റില് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞു, പേയ്മെന്റില് വേജസ് എടുത്തു കഴിഞ്ഞു. ഇനി ഓവർഹെഡ് എന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ ഓവർഹെഡും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉണ്ട്. അത് നമുക്ക് പേയ്മെന്റ് ആണ്. ഓവർഹെഡ് ചെയ്യാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ ടോട്ടലിനെയാണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സ്പെൻസ് ആണ്. സോ ഓവർഹെഡ് എടുക്കാം. നമുക്ക് പ്രൊഡക്ഷൻ ഓവർഹെഡും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ഇനി അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കാം. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നോക്കിയാൽ കാണാം. ഡിലേ ഇൻ പേയ്മെന്റ് ഓഫ് ഓവർഹെഡ് 1 month. വീണ്ടും ഡിലേ വന്നു. 1 month ഡിലേ വന്നു എന്ന് പറഞ്ഞാൽ ജാനുവരിയിലുള്ളത് ഫെബ്രുവരിയിൽ ഉണ്ടാവുള്ളൂ, ഫെബ്രുവരിയിലുള്ളത് മാർച്ചിലുള്ളത് ഏപ്രിൽ. സോ ജാനുവരി നമുക്ക് 3,200 plus 800 പ്രൊഡക്ഷൻ ഓവർഹെഡും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും കൂടെ 4,000 കിട്ടും. ആ ജാനുവരിയിലുള്ളത് ഫെബ്രുവരിയിലാണ് ഉണ്ടാവുക 4,000. ഓക്കേ, ഇനി ശ്രദ്ധിക്കുക.
ഞാൻ പറഞ്ഞു ജാനുവരിയിലുള്ളത് രണ്ടും കൂടെ 3200 ഉം 800 കൂടെ ആഡ് ചെയ്യുന്നതാണ് 4000 എന്ന് പറയുന്നത്. നെക്സ്റ്റ് മന്തിന്റെ എന്ന് പറയുന്നത് ഫെബ്രുവരിയിലുള്ള നമ്മൾ മാർച്ചിലാണ് കൊടുക്കുക 3300 plus 900 ആണ് ഇത്. നെക്സ്റ്റ് 3400 plus 900 and so on. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഡിലേ 1 മന്ത് ആയതുകൊണ്ട് തന്നെ ജാനുവരിയിലുള്ളത് ഫെബ്രുവരിയിലാണ് കിട്ടുക, ഫെബ്രുവരിയിലുള്ളത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ. ഇനി അടുത്തൊരു പേയ്മെന്റ് ഉണ്ട് നമ്മൾ സെയിൽസ് കമ്മീഷൻ. സെയിൽസ് കമ്മീഷനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമുക്ക് total sales commission is 5% on total sales is to be paid within a month following the actual sales. That means within a month following actual sales എന്ന് പറഞ്ഞാൽ എപ്പോ സെയിൽസ് ഉണ്ടായോ ആ സെയിൽസിന് നെക്സ്റ്റ് മന്ത്. within a month means ആ മന്ത് കഴിഞ്ഞ് the very next monthലാണ് സെയിൽസ് ഉണ്ടാവുക. സെയിൽസിന്റെ കമ്മീഷൻ 5% ആണ്. ഫസ്റ്റ് ഇയറിന്റെ സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ 10% 20000 ആണ്. ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ടോട്ടൽ സെയിൽസ് 20000 ആണ്. അതിന്റെ 5% എന്ന് വെച്ചാൽ 1000. ആ 1000 എന്ന് പറയുന്നത് ജാനുവരിയിലുള്ളത് ഫെബ്രുവരിയിലാണ് കൊടുക്കുക. 1000 that is 1000 കിട്ടിയത് എങ്ങനെ 20000 into 5%. 20000 into 5%. ജാനുവരിയിലെ സെയിൽസിന്റേത് within a month following the actual sales എന്ന് പറഞ്ഞാൽ ജാനുവരിയിലെ ടോട്ടൽ സെയിൽസിന്റേത് ഫെബ്രുവരിയിലാണ് കിട്ടുക. 10000 20000 into 5% means 1000. Okay, ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ within the month following the actual sales ആണ്. അപ്പോൾ നെക്സ്റ്റ് മന്തിലാണ് കിട്ടുക. ജാനുവരിയിലെ സെയിൽസ് ആണ് 20000 എന്ന് പറയുന്നത്. അതിന്റെ 5% കമ്മീഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരിയിലെ കിട്ടുക. ഫെബ്രുവരിയിൽ മാർച്ച് കിട്ടും, മാർച്ചിൽ ഏപ്രിൽ മെയ് ജൂൺ കിട്ടും. ഇതാണ് എമൗണ്ട്. ചെയ്തു നോക്കിയാൽ 5% ഫെബ്രുവരിയിലെ സെയിൽസിന്റെ 5% ചെയ്തു നോക്കിയാൽ 1100 കിട്ടും. ഇനി ലാസ്റ്റ് പേയ്മെന്റ് ഒറ്റ പേയ്മെന്റ് കൂടെ ഉള്ളൂ. എ ന്യൂ മെഷീൻ. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് തന്നെ ക്യാഷ് ബാലൻസ് കഴിഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ആണ്. എ ന്യൂ മെഷീൻ is to be installed of 20000 on credit to be repaid by 2 equal installments in March and April. 20000 ക്രെഡിറ്റിനാ വാങ്ങിയത്. അത് എപ്പോഴാണ് അടയ്ക്കുന്നത് വെച്ചാൽ മാർച്ചിലും ഏപ്രിലും. അപ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ടാണ് ഇൻസ്റ്റാൾമെന്റ്. സോ മാർച്ചിൽ 20000 ഈക്വൽ എന്ന് വെച്ചാൽ 10000 മാർച്ചിൽ 10000 ഏപ്രിലിൽ 10000. ഓക്കേ, ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിനൂടെ റെസിപ്റ്റ് ആഡ് ചെയ്യുക. പേയ്മെന്റ് ഈ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ലെസ് ചെയ്താൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഓക്കേ, ഇനി ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഫോർമാറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് റെസിപ്റ്റ് മൈനസ് പേയ്മെന്റ് ആണ് ക്ലോസിംഗ് ബാലൻസ്. സോ ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക, അതിന്റെ കൂടെ റെസിപ്റ്റ് ആഡ് ചെയ്ത് നമ്മൾ A+B ചെയ്ത് വെച്ചിട്ടുണ്ട്. A+B എന്ന് ചെയ്തിട്ടുണ്ട്. ഇനി പേയ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയ 18000 എന്നത് കിട്ടും. ജാനുവരിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഫെബ്രുവരിന്റെ ഓപ്പണിംഗ് ബാലൻസ്. സോ 18000 കിട്ടും. 18000 യുടെ 11000 ആഡ് ചെയ്യുക, 10000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 20000 കിട്ടിയ പോലെ B ആയിട്ട് 39000. അതിൽ ഈ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ലെസ് ചെയ്താൽ നമുക്ക് 29800 കിട്ടും. ഈ 29800 എന്ന് പറയുന്നത് മാർച്ചിന്റെ 29800 എന്ന് പറയുന്നത് ഫെബ്രുവരിയുടെ ക്ലോസിംഗ് ബാലൻസ് ആണ്. മാർച്ചിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും ലെസ് ചെയ്താൽ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ലെസ് ചെയ്യാനുള്ള എമൗണ്ട് ആണ്. ഈ 2000 എന്ന് പറയുന്നതും 4200 ഒക്കെ ലെസ് ചെയ്യാനുള്ള എമൗണ്ട് ആണ്. അതൊക്കെ ലെസ് ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചാൽ ഈസി ആയിട്ട് മൈനസ് ചെയ്യാനുള്ളതാണെന്ന് ഓർമ്മ ഉണ്ടാവും. ഒക്കെ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചാൽ നമുക്ക് അത് മൈനസ് ചെയ്യാനുള്ളതാണെന്ന് ചെയ്യാനുള്ള ബ്രാക്കറ്റ് ആണത്. ഈ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 29800 കിട്ടും. 29800 എന്ന് പറയുന്നത് മാർച്ചിന്റേതാണ്. മാർച്ചിൽ 29800 നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ചിൽ 66800 കിട്ടും. ലെസ് ചെയ്യാം, പേയ്മെന്റ്സ് കംപ്ലീറ്റ് ലെസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കിട്ടാനുള്ള ഏപ്രിലുള്ളതാണ്. ഏപ്രിലിൽ 59000 പിന്നെ 57700 വരും. 68100. സോ ചെയ്യാനുള്ളത്രേ ഉള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക, റെസിപ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. റെസിപ്റ്റിന്റെ ഓപ്പണിംഗ് ബാലൻസിന്റെ ടോട്ടൽ ആണ് നമുക്ക് ഈ കണ്ടെത്തിയത്. പിന്നെ പേയ്മെന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആണ്. ചെറിയ ലൈനിൽ ഒരു വ്യത്യാസം ഉണ്ട്, അവിടെ ശ്രദ്ധിക്കുന്നത് മെറ്റീരിയലിലാണ് ഈ സംഭവം ഉള്ളത്. വേജിന്റേതാണ് ഇത്. ഫുള്ള് കംപ്ലീറ്റ് ലെസ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ്. അതും ആഡ് ചെയ്യുക, ടോട്ടൽ കിട്ടുക. അതിന്റെ കൂടെ ഈ കംപ്ലീറ്റ് ആയിട്ട് മൈനസ് ചെയ്താൽ 29800 കിട്ടും. 29800 കൂടെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക, ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക.
ലാസ്റ്റ് ആൻസർ ഇസ് 36,000. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, പേയ്മെന്റ് എപ്പോഴും മൈനസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈനസ് ഇട്ടത്. റെസിപ്റ്റ് ആഡ് ചെയ്യാനുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ നേരത്തെ തന്നിട്ടുണ്ടാവും. ഒരൊറ്റ തന്നെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക, റെസിപ്റ്റ് ആഡ് ചെയ്യുക, പേയ്മെന്റ് ലെസ് ചെയ്യുക, 18,000 കിട്ടും. ഈ 18,000 ജാനുവരിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഫെബ്രുവരിന്റെ ഓപ്പണിംഗ് ബാലൻസ്. എല്ലാ മന്തിന്റെയും ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്. ബഡ്ജറ്റിംഗ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇത് എസ്സേ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ബഡ്ജറ്റിംഗ് എന്ന either ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഓർ ക്യാഷ് ബഡ്ജറ്റ് അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇത് ഇഗ്നോർ ചെയ്യരുത്. ഈ ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ റിപ്പീറ്റിംഗ് ഇത് അഗൈൻ. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചെയ്ത പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവാം. കൺഫ്യൂഷൻ ഇല്ലാതാണ് എല്ലാത്തിനും ഞാൻ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചു തന്നതും വർക്കിംഗ് നോട്ട്സ് ചെയ്ത് കാണിച്ചു തന്നതും. ഇനി അഥവാ അഡ്ജസ്റ്റ്മെന്റിലോ അല്ലെങ്കിൽ പ്രോബ്ലത്തിലോ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ 7356102202 നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്താൽ നമ്മൾ ആൻസർ അയച്ചു തരുന്നതാണ്. എന്ത് ഡൗട്ട് ഉള്ളതും ആൻസർ അയച്ചു തരും. Okay guys, this video is powered by Plat, the coaching center for CMA USA and CMA India. Thank you.